ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അനുഗ്രഹമായെന്നറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ആ, എന്തോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നല്ലോ. അതെ. അത് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് പോവാം. യെസ്. ഓക്കെ. ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ ജെനസിസ് 1 പഠിച്ചപ്പം നമ്മൾ പറഞ്ഞു ദൈവം മനുഷ്യന് ആവശ്യമുള്ള എല്ലാം റെഡിയാക്കിയിട്ടാണ് മനുഷ്യനെ ഗാർഡൻ ഓഫ് ഈഡനിൽ ആക്കിയതെന്ന്. സൃഷ്ടിച്ചന്. ആ. ഓക്കെ. പിന്നെ ക്രൈസ്റ്റ് ക്രോസിൽ മരിച്ചപ്പം പറഞ്ഞു ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന്, അതായത് എല്ലാം പൂർത്തിയായെന്ന്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അപ്പൊ അത് വേർഡ് ഓഫ് ഗോഡിൽ നിന്ന് അങ്ങനെ ഒരു എവിടെയെങ്കിലും അത് എഴുതിയിട്ടുണ്ട്, ദാറ്റ് എവറിത്തിങ് ദാറ്റ് വി നീഡ് ഈസ് ഗിവൺ ടു അസ് ഓൾറെഡി. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, നമ്മൾ വചനം അറിയാവുന്നവർക്ക് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞപ്പോഴേക്കും ദൈവത്തിന് നമുക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ഓൾറെഡി ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ആദാവും ഹവ്വയും സൃഷ്ടിച്ചപ്പോഴും നമ്മളത് ചിന്തിച്ചായിരുന്നു. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് 6 ദിവസം ദൈവം മനുഷ്യന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് സൃഷ്ടിച്ചതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിൽ തൻ്റെ പ്രമോദത്തിൽ ദൈവത്തിൻ്റെ പ്രസൻസിൽ ആക്കിയത്. അത് ചിന്തിച്ചു. അപ്പോൾ അങ്ങനെയുള്ളൊരു വാക്യം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനും നമ്മുടെ ലോകത്തിലെ എല്ലാ ലൈഫിനും വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം വചനത്തിൽ ഉണ്ട്. അപ്പോൾ ഞാനൊരു വാക്യം കാണിക്കും. 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യം ഒന്ന് വായിച്ചാട്ടെ. Grace and peace be multiplied to you in the knowledge of God and of Jesus our Lord, as his divine power has given to us all things that pertain to life and godliness, through the knowledge of him who called us by glory and virtue. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നു, ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ജീവനും ഭക്തിക്കും വേണ്ടത് നമുക്ക് ദാനം ചെയ്യാം എന്നുള്ളതല്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ പ്രാർത്ഥിച്ചാൽ ഞാനത് ചെയ്തു തരാമെന്നുള്ളതല്ല. നമുക്ക് ജീവനും ഫോർ ദ ലൈഫ് ആൻഡ് ഗാഡ്ലിനെസ് ഗാഡ് ഈസ് ഓൾറെഡി പ്രൊവൈഡഡ്. പക്ഷേ അവിടെ ഒരു കണ്ടീഷനുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അത് ഓർപ്പിച്ചാണ്. ദൈവത്തിൻ്റെ വചനം കണ്ടീഷനിലാണ്, അല്ലേ? അപ്പോൾ ഏതിലാണ് അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? ഇൻ ദ നോളജ് ഓഫ് ഗോഡ് ആൻഡ് ഇൻ ദ നോളജ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ പരിജ്ഞാനത്താൽ. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം ഞാൻ ക്ലാസ് എടുത്തപ്പോൾ വളരെ വ്യക്തമായിട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ആദിയിലെ ദൈവം ആകാശം ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഈ വാക്യങ്ങളെല്ലാം വായിച്ചപ്പോൾ ഞാൻ പാഴും ശൂന്യവും ഇരുളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അപ്പം അത് ഞാൻ ഒന്നും കൂടി ഇരുളെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കൊഷേക്ക് എന്ന ഒരു ഹിബ്രു വേർഡ് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അതിന് അനേക അർത്ഥങ്ങളുണ്ട്. ആ ഒരർത്ഥം ഞാൻ പറഞ്ഞായിരുന്നു, ഡെത്ത്, സിൻ, മിസറി, ഇല്ലെങ്കിൽ സെപ്പറേഷൻ ഫ്രം ഗാഡ്. അതിൻ്റെ അകത്ത് ഒരർത്ഥമാണ് ഇഗ്നോറൻസ്, നമ്മുടെ അറിവില്ലായ്മ, അല്ലേ? അപ്പോൾ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇരുളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഗ്നോറൻസാണ് ശരിക്കും. ഓക്കെ. അപ്പോൾ ആ ഇഗ്നോറൻസിൻ്റെ ഇല്ലെങ്കിൽ ഡാർക്ക്നെസ്സിൻ്റെ പരിഹാരം ദൈവം അവിടെ തന്നെ വരുത്തി. അടുത്ത വാക്യത്തിൽ ലെറ്റ് ദെയർ ബി ലൈറ്റ്, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പോൾ അന്ന് ഞാനത് പ്രത്യേകം അത് പഠിപ്പിച്ചായിരുന്നു. ഡാർക്ക്നെസ് എന്ന് പറഞ്ഞത് ഇഗ്നോറൻസ് ആണെങ്കിൽ വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? നോളജ് ആണ്, അല്ലേ? അപ്പോൾ ഞാൻ ഒന്നും കുറേ കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് ഞാൻ പറഞ്ഞു. കർത്താവ് യേശു ക്രിസ്തു ശുശ്രൂഷ കാലത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നമ്മളോടും പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. സോ അപ്പോൾ പ്രകാശം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വെളിച്ചം എന്ന് പറയുമ്പോഴേക്കും ദൈവത്തിൻ്റെ നോളജാണ്, അല്ലേ? ഇപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇപ്പം നമ്മൾ പത്രോസ് അപ്പോസ്തലനിലെ ഈ വായിച്ച 2 പത്രോസിൻ്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വാക്യം ഒന്നും കൂടി നമ്മൾ നോക്കിയാൽ, 2-ാം വാക്യം ഞാൻ വായിക്കാം. ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. The grace and peace be multiplied to you in the knowledge of God and of Jesus Christ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ കൃപയും സമാധാനവും വർദ്ധിക്കുന്നത് എങ്ങനെയാണ്? Through the knowledge of God. അല്ലേ?
ദൈവം അവൻ്റെ നിറവിൽ നമുക്ക് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നെല്ലാം നമ്മൾ പറയുമ്പോഴേക്കും, ഈ തിരുവചനത്തിൽ നമ്മളത് വായിക്കുമ്പോഴേക്കും ഈ സമാധാനം നമുക്ക് എങ്ങനെ ലഭിക്കുന്നത്? അതിൻ്റെ ഉത്തരമാണ് പത്രോസ് അപ്പോസ്തലനോട് പറയുന്നത്, Through the knowledge of God. അല്ലേ? ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ എന്ന മലയാളത്തിൽ എഴുതിയേക്കാം. പക്ഷെ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോഴേക്കും ഗ്രേസ് ആൻഡ് പീസ് ബി മൾട്ടിപ്ലൈഡ് ടു യു ഇൻ ദ നോളജ് ഓഫ് ഗാഡ് ആൻഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. മൾട്ടിപ്ലിക്കേഷൻ ആണ് ഗ്രേസിൻ്റെയും ഇല്ലെങ്കിൽ കൃപയുടെയും സമാധാനത്തിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ? ത്രൂ ദ നോളജ്. ആ വെളിച്ചം വരുമ്പോഴാണ് കൃപമേൽ കൃപ എന്നുള്ളൊരു അനുഭവത്തിലേക്ക് നമ്മൾ വരുന്നത്. അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൃപയാലാണ്, കൃപയാലുള്ള നമ്മൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആ കൃപ മാത്രം പോരാ, അവൻ്റെ നിറവിനാൽ നമുക്ക് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇവിടെ സമാധാനം, കൃപയും സമാധാനവും മൾട്ടിപ്ലൈ ചെയ്യുന്നത്, വർദ്ധിക്കുന്നത് എങ്ങനെയാ? ആ പരിജ്ഞാനത്തിലാണ്, ആ നോളജിലാണ്, ഇല്ലെങ്കിൽ ആ വെളിച്ചം, തിരുവചനത്തിൻ്റെ വെളിച്ചം നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സമാധാനം നമ്മളിൽ വർദ്ധിക്കുന്നത്. ഓക്കെ, Yes. അപ്പൊ അവിടെ നോളജ് തന്നെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യം, 3-ാം വാക്യം നമ്മൾ നോക്കുമ്പോഴേക്കും, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. നമ്മളെ വിളിച്ചവൻ ആരാ? Jesus Christ. നമ്മൾ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായിട്ടുള്ളവരെ എന്നൊക്കെ പറയുന്ന വാക്യങ്ങൾ നമുക്കറിയാം, അല്ലേ? ഇപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവമാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഫോർ ദ ലൈഫ് ആൻഡ് ഗോഡ്ലിനെസ് ഗോഡ് പ്രൊവൈഡഡ് എവറിത്തിങ്. Everything. Yeah. ദാനം ചെയ്യാമെന്നുള്ളതാണോ എഴുതിയേക്കുന്നത്? ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് എന്തെങ്കിലും ലാക്ക് വരുന്നുണ്ടെങ്കിൽ നോളജിന്റെ ലാക്ക് നോളജിന്റെ ലാക്ക്. അത് ദൈവം നമുക്ക് തരാത്തതാണോ? അല്ല. സി, പലപ്പോഴും നമുക്ക് ലഭിച്ചത് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ഗോഡ് ഈസ് ഓൾറെഡി പ്രൊവൈഡഡ്, അല്ലേ? പക്ഷേ ഇന്ന് ക്രിസ്തീയ ലോകം നമ്മൾ നോക്കുമ്പോഴേക്കും നമ്മളിന്ന് സാധാരണ ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന, ഇൻക്ലൂഡിങ് പാസ്റ്റേഴ്സ്, ഞങ്ങൾക്ക് തരണേ, കൃപ തരണേ, നമുക്കത് തരണേ, ഇത് തരണേ, ഞങ്ങൾ വിടുവിക്കണേ. ദൈവം അവിടെ നിന്ന് പറയുക, ഞാൻ നിങ്ങളെ വിടുവിച്ചിരിക്കുന്നു, ഞാനിതെല്ലാം ചെയ്ത് തന്നിരിക്കുന്നു. എൻ്റെ പുത്രനെ നിങ്ങൾക്ക് തന്നപ്പോൾ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി നമുക്ക് സകലതും നൽകാതിരിക്കുമോ? അപ്പോൾ ദൈവം നമ്മളിത് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴല്ല ഇത് ഓൾറെഡി നമുക്ക് തരുന്നത്. ദൈവം ഓൾറെഡി തന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വചനപ്രകാരം, പ്രാർത്ഥനയുടെ ഒരു ക്ലാസ് ഞാൻ എടുക്കാം, അനേക ക്ലാസ്സുകൾ നമുക്ക് എടുക്കാനുണ്ട്. അപ്പോൾ വചനപ്രകാരം നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ആ വിശ്വാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. കാരണം ഇപ്പോൾ രോഗത്തിൻ്റെ വിഷയമാകട്ടെ, നമ്മൾ ചിന്തിച്ചാൽ അവൻ്റെ അടിപ്പിണാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു, അല്ലേ? ഇറ്റ്സ് ഓൾറെഡി ഡൺ. പക്ഷേ നമ്മൾ അസുഖം, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൾക്കാർ ചോദിക്കുക, ഇങ്ങനെ അസുഖം വരുന്നു. വി ആർ ലിവിങ് ഇൻ എ ഫോളൻ വേൾഡ്. നമ്മൾ ദൈവവചനം അനുസരിച്ചല്ല ജീവിക്കുന്നത്. നമ്മളുടെ ലൈഫ് ഇതുകൊണ്ട് തന്നെ നമുക്ക് അസുഖങ്ങൾ വരും. എന്നാലും ഇതിൽ നിന്നെല്ലാം ദൈവം നമുക്ക് വിടുതൽ തന്നിട്ടുണ്ടോ? ഓൾറെഡി. നമ്മുടെ പാപം നമ്മൾ ക്ഷമിച്ചത് നമ്മൾ വിശ്വസിക്കുന്നു, അല്ലേ? കർത്താവ് യേശു ക്രിസ്തു, അത് നമ്മൾ ആരെങ്കിലും കണ്ടോ? ഇല്ല. പക്ഷെ വി ബിലീവ് ദാറ്റ്. Yes. എൻ്റെ പാപം നമ്മൾ ക്ഷമിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അല്ലേ? എൻ്റെ പാപങ്ങളെ ഞാൻ ഓർക്കത്തില്ല, കടലിൻ്റെ അഗാധതയിലേക്ക്, ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഈ വാക്യങ്ങളിൽ നമ്മൾ പാപത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ വിശ്വസിക്കും. സോ എന്തുകൊണ്ട് നമുക്കത് രോഗത്തിൻ്റെ വിഷയത്തിൽ നമുക്കത് വിശ്വസിച്ചുകൂടാ? പാപം എവിടെയെല്ലാം പറഞ്ഞിട്ടുണ്ട്, അവിടെയെല്ലാം രോഗം കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാപത്തിനും നമ്മുടെ രോഗത്തിനും വേണ്ടി. അപ്പോൾ ഒരു വിഷയം മാത്രം ഞാൻ പറഞ്ഞുള്ളൂ, അനേക വിഷയങ്ങൾ നമ്മൾ പത്രോസ് അപ്പോസ്തലന്റെ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്ത് ചോദിച്ചാലും നോ, അല്ലേ? ഇപ്പം നമ്മളൊരു കുഞ്ഞ്, ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന് അവന് 5 വയസ്സ് 6 വയസ്സായി, അല്ലേ? അപ്പം അവൻ നാളെ നിങ്ങളോട് പറയുക, എനിക്കൊരു മോട്ടോർ ബൈക്ക് വേണം എന്ന് പറഞ്ഞാൽ അവന് മേടിച്ചു കൊടുക്കുമോ? മേടിച്ചു കൊടുക്കത്തില്ല. കാരണം അപ്പനായിരിക്കുന്ന നമുക്കറിയാം, മാതാപിതാക്കളായിരിക്കുന്ന നിങ്ങൾക്കറിയാം, അവൻ അതിനുള്ള പ്രായമായിട്ടില്ല. സി, പലതും യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനം പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ നമുക്കത് യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ നിന്നെല്ലാം നമുക്ക് പഠിക്കാം. നിങ്ങളുടെ ഭോഗേച്ഛകളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഇപ്പം പ്രാർത്ഥന നമ്മൾ പഠിക്കുമ്പോഴേക്കും നമുക്ക് വചനത്തിൽ
തിരികെ കാണാൻ പറ്റും. നിങ്ങൾ അവൻ്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ള ധൈര്യമാകുന്നു. ഇങ്ങനെ നമ്മുടെ വിഷയം അതല്ല. പക്ഷേ ദൈവം ഇത് ഓൾറെഡി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ 2000 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പാപത്തിനു വേണ്ടി കർത്താവ് യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചു. ഞാൻ വിശ്വസിച്ച് കഴിഞ്ഞപ്പോഴല്ല മരിച്ചത്, അല്ലേ? കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. ഞാൻ ആ കാൽവലി മരണം എൻ്റെ പാപത്തിനുണ്ടെന്ന് വിശ്വസിക്കുമ്പോഴാണ് എൻ്റെ പാപത്തിന് ക്ഷമ കിട്ടുന്നത്, എന്നെ നീതിയുടെ വസ്ത്രം കർത്താവ് യേശു ക്രിസ്തു ധരിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും അവൻ ദാനം ചെയ്തിരിക്കുന്നല്ലോ. ത്രൂ ഹിസ് നോളജ്, പിതാവായ ദൈവത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്താൽ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അടുത്ത താഴോട്ടൊക്കെ വായിക്കുമ്പോൾ അനേക കാര്യങ്ങൾ നമുക്ക് കാണാം. യുവാൽ നിങ്ങൾ ഈ നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യസ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരും. സോ എവരിത്തിങ് ഹാപ്പൻസ്. ഇതെല്ലാം സംഭവിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലാണ്, ത്രൂ ഹിസ് നോളജ്. അപ്പോൾ ഞാൻ ഇന്നലെയും ഒരു സ്ഥലത്ത് ക്ലാസ് എടുത്തപ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു, നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ സ്നാനപ്പെട്ടു, നമ്മൾ ദൈവമക്കളായി അല്ലെങ്കിൽ വിശുദ്ധന്മാരായിട്ട് കർത്താവ് കാണുന്നു, നീതീകരിക്കപ്പെട്ടവരായിട്ട് കാണുന്നു. എന്നാലും അനേക മേഖലകളിൽ ഇരുളിൻ്റെ അവസ്ഥ നമ്മളുടെ ജീവിതത്തിലുണ്ട്, അല്ലേ? അറിവില്ലായ്മയിൽ എൻ്റെ ജനം പ്രവാസത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴേക്കും നമുക്ക് തടവിലായിരിക്കുന്ന ഇല്ലെങ്കിൽ അടിമത്തത്തിലായിരിക്കുന്ന അനേക ജീവിതത്തിൻ്റെ മേഖലകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പം അതെല്ലാം തിരുവചനത്തിൻ്റെ വെളിച്ചം ആ മേഖലകളിൽ വരുമ്പോഴാണ്, ഈ വചനത്തിൻ്റെ വെളിച്ചം ആ മേഖലകളിൽ അടിക്കുമ്പോഴാണ്, അവിടെ നമുക്ക് നോളജ് വരുമ്പോഴാണ് നമുക്ക് അവരിൽ നിന്ന് വിടുതലുണ്ടാകുന്നത്. ഗാഡ് ഓൾറെഡി പ്രൊവൈഡഡ്. പക്ഷെ തിരുവചനത്തിൽ നിന്ന് ആ അറിവ് നമുക്ക് ലഭിക്കുമ്പോഴാണ്, കർത്താവ് ഇത് ഇങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്, നിന്റെ അടിപ്പണ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു, ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ ദാനം ചെയ്തിരിക്കുന്നു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ടെറ്റലസ്റ്റായി. ഇതെല്ലാം പറയുമ്പോഴേക്കും ഹി ഓൾറെഡി ഡൺ ഹിസ് പാർട്ട്. നമ്മളത് ബിലീവ് ചെയ്യുക, വിശ്വാസത്താൽ അത് ഏറ്റെടുക്കുക എന്നുള്ളതാണ്, അല്ലേ? പലപ്പോഴും നമ്മൾ അപ്പൻ്റെ ഭവനത്തിലാണ് താമസിക്കുന്നത്, പക്ഷേ നമ്മുടെ അവകാശത്തെക്കുറിച്ച് യാതൊരു ബോധമില്ലാതെ ജീവിക്കുന്ന മൂത്തപുത്രൻ്റെ അനുഭവമാണ് പലപ്പോഴും നമുക്ക്. അവൻ്റെ ഉള്ളത്തിൽ ആഗ്രഹമുണ്ട് മൂത്തപുത്രന്, അല്ലേ? എൻ്റെ ചങ്ങാതിമാരോട് കൂടെ സന്തോഷിക്കണം, നീ എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. പിതാവാദയം പറയുന്നത് എൻ്റെതെല്ലാം നിൻ്റേതല്ലയോ, അല്ലേ? അപ്പം അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എഫെസ്യൻസിൽ പ്രാർത്ഥിക്കുന്നത്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് വിളിയാറുള്ള ആശ ഇന്നത് തിരിച്ചറിയേണ്ടതിനും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നത് തിരിച്ചറിയേണ്ടതിനും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. നമ്മൾ പലപ്പോഴും പറയുന്ന വേറൊരു വാക്യമുണ്ട്, എന്നാൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. സോ ആർ യു യൂസിങ് ദ ഹോളി സ്പിരിറ്റ് ഇൻ യു കംപ്ലീറ്റ്ലി ഓർ ഫുള്ളി? അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വ്യാപരിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. സോ ഹോളി സ്പിരിറ്റിനെ പക്ഷെ നമ്മൾ ഉറക്കിക്കെടുത്തേക്ക് പലപ്പോഴും, അല്ലേ? റിലൈങ് ഓൺ ദ ഹോളി സ്പിരിറ്റ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ഉദാഹരണം പറയുന്ന പോലെ, ഞങ്ങളുടെ വീട്ടിലിങ്ങനെ പവർ ടൂൾസ് കുറേ ഉണ്ട്, ഡ്രില്ലൊക്കെ, അല്ലേ? പക്ഷേ എനിക്കിഷ്ടം പഴയ പോലെ ഇങ്ങനെ സ്ക്രൂട്ട് ഇങ്ങനെ തിരിക്കാനാണ്. പക്ഷേ ആ പവർ ടൂൾ ഉപയോഗിക്കാൻ കൂടുതൽ എനിക്ക് ശരിക്കും അറിയത്തില്ല. ഐ എം നോട്ട് എ ഹാൻഡിമാൻ, അല്ലേ? പവർ ടൂൾ ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാൾക്കാണെങ്കിൽ 2 സെക്കൻഡ് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കും. പക്ഷെ ഞാനിങ്ങനെ ടാണിയിട്ട് ഇങ്ങനെ തിരിക്കുക, സ്ക്രൂട്ട് ഇങ്ങനെ തിരിക്കുക. നമ്മൾ എഫേർട്ടിൽ നമ്മൾ ചെയ്യാൻ നോക്കുക ക്രിസ്തീയ ജീവിതം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തുണ തന്നിരിക്കുക. ആർ യു റിലൈങ് ഓൺ ദ ഹോളി സ്പിരിറ്റ്? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നത് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുകയാണ് പൗലോസ് അപ്പോസ്തലൻ, അല്ലേ? അപ്പൊ ഇവിടെ പത്രോസ് അപ്പോസ്തലൻ അത് പറയുക. അപ്പൊ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഗാഡ് ഈസ് ഓൾറെഡി പ്രൊവൈഡഡ്. അവൻ്റെ ദിവ്യശക്തി നിനക്ക് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നുവല്ലോ അവൻ്റെ പരിജ്ഞാനത്താൽ, ത്രൂ ഹിസ് നോളജ്. അപ്പം നോളജ് ഞാൻ പറഞ്ഞു, അത് വെളിച്ചം. കാരണം ഇരുളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഗ്നോറൻസ്, ഡാർക്ക്നെസ്. ആഴത്തിന്മേലെ ഇരുളുണ്ടായിരുന്നു, കൊഷയൊക്കെ ഉണ്ടായിരുന്നു, ഇഗ്നോറൻസ് ഉണ്ടായിരുന്നു. അവിടെ ഇരുളിൻ്റെ അവസ്ഥയിൽ ദൈവം പറയുക, കയോസ് ആയിരിക്കുന്ന ആ ഒരു മേഖലയിൽ ദൈവത്തിൻ്റെ ആദ്യത്തെ വചനം തിരുവചനത്തിൽ വെളിച്ചം ഉണ്ടാകട്ടെ.
അപ്പം നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും സംഭവിക്കാത്തതിൻ്റെ കാരണം ദൈവത്തിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ നോളജിൻ്റെ കുറവ്. ഈ വചനത്തിൽ നിന്ന് നമുക്ക് ആ നോളജ് കിട്ടിക്കഴിയുമ്പോഴേക്കും യു ജസ്റ്റ് പ്രേ അക്കോർഡിംഗ് ടു ദാറ്റ്. ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, യെസ്, ഇറ്റ് വിൽ ഹാപ്പൻ. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദൈവം ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഇത് നമുക്ക് ദഹിക്കാൻ ഇത്തിരി പ്രയാസമാണ്, പക്ഷേ ഐ ആം ടോക്കിംഗ് ഫ്രം ദ വേർഡ് ഓഫ് ഗാഡ്. വിശ്വസിക്കുന്നവർക്ക് നടക്കും. എൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കാറുണ്ട്. ആമേൻ. എന്നാലും ഇനി നമുക്ക് അനേകം ഇരുളായിരിക്കുന്ന അനേകം മേഖലകളുണ്ട്. എനിവേ ദൈവത്തിൻ്റെ വചനമാകുന്ന വെളിച്ചം ആ മേഖലകളെല്ലാം വിശട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കും നിങ്ങളുടെ ലൈഫിലും അതെല്ലാം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഗാഡ് ഈസ് ഓൾറെഡി പ്രൊവൈഡഡ് എവറിത്തിങ് ഫോർ അസ്, ബട്ട് വി നീഡ് ദാറ്റ് നോളജ്. ദൈവത്തിൻ്റെ വെളിച്ചം നമ്മളിൽ വരുമ്പോഴേക്കും ആ തിരുവചനം, അതിനുള്ള ഓരോ ആവശ്യത്തിനുള്ള വചനം നമ്മുടെ ജീവിതത്തിൽ പ്രകാശനമായിട്ട് വരുമ്പോൾ, ആ വചനം വെളിപ്പാടായിട്ട് വരുമ്പോൾ, ഇറ്റ് വിൽ ഹാപ്പൻ. ആമേൻ. ആമേൻ. ഐ ഹോപ്പ് യു ഗെറ്റ് സംതിങ്. Yes, definitely. ആമേൻ. Thank you. ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ്.